ഈ വചനം ചിന്തിക്കുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പായിട്ട് പറയും. നമ്മെ സ്നേഹിച്ച കർത്താവിനെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ അതിൽ പെർഫെക്റ്റ് ആണെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ കുറച്ചുകൂടെ ആഴത്തിൽ കർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്ന നില നമ്മുടെ ലൈഫിനെ കുറച്ചുകൂടെ ഒന്ന് ചിന്തിച്ച് കർത്താവുമായിട്ടുള്ള സ്നേഹത്തിനകത്തോട്ട് കൂടുതൽ പത്രോസിന് ചോദിക്കുമ്പോൾ, നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ, ആ ചോദ്യത്തിന്റെ മുമ്പിൽ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒടുവിലത്തെ ചോദ്യത്തിനകത്ത് പത്രോസിന്റെ ഹൃദയത്തിന്റെ അകത്ത് ആ വാക്കൊടക്കി. എന്നിട്ട് പത്രോസ് പറയുന്ന ഒരു മറുപടി, കർത്താവ് നീ എല്ലാം അറിയുന്നു, എനിക്ക് നിന്നോട് സ്നേഹമുണ്ടെന്നും പ്രിയമുണ്ടെന്നുള്ളതൊക്കെ കർത്താവ് നീ അറിയുന്നു. എന്തിനാ പത്രോസിനോട് ഇങ്ങനെ നേരിട്ട് ചോദിച്ചത്? ഇത് കർത്താവിനെ കേൾക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസിന്റെ സ്നേഹം എത്ര സ്നേഹമാ! സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ചു കൊണ്ടെത്തിയ പടയാളികൾ വന്നപ്പോ യേശുവിനെ പിടിക്കാതിരിക്കേണ്ടതിന് വാളൂരി എന്ത് ചെയ്യുക, ഒരു 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 പടയാളിയാക്കുന്ന ഒരു ദാസന്റെ ചെവി അറുത്തു. അത് ഭയങ്കരമാണ്. എന്നാൽ ഇന്ന് രാത്രിയില് ഒരു കാര്യം ശ്രദ്ധിച്ചേ, അത്രയും ഹൃദയം തുറന്ന് പത്രോസ് യേശുവിനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ഇനി ഒന്നുകൂടെ പറയാം. ഈ യേശു പെസഹ ആചരിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരുടെ കാലുകളെ കഴുകുമ്പോ പത്രോസ് പറയുന്നുണ്ട്, അരുത് കർത്താവേ. സ്നേഹം കൊണ്ടാ. കാരണം ഗുരു ഒരിക്കലും ശിഷ്യന്മാരുടെ കാല് കഴുകുന്നത് ഇതുവരെയും കണ്ടിട്ടില്ല. പക്ഷെ ഈ ഗുരു അങ്ങനെയല്ല, സ്നേഹത്തിന്റെ നിറകുടമായിരുന്നു. അതുകൊണ്ട് പത്രോസ് പറയുകയാണ്, വേണ്ട, ഇത് കഴുകരുത്. കാരണം ഇത് നമ്മുടെ ഇടയിൽ ഇങ്ങനൊരു സമ്പ്രദായം ഇല്ല. ഒരിക്കലും അങ്ങനെ കഴുകുന്നൊരു സമ്പ്രദായമല്ല. അതുകൊണ്ട് അരുത് കർത്താവേ എന്ന് പറഞ്ഞപ്പോ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്റെ കാലിപ്പോ കഴുകുന്നില്ലെങ്കിൽ എനിക്ക് നിന്നോട് കൂടെ ഓഹരിയും പങ്കുമില്ല എന്ന് പറയാൻ അതിന്റെ അർത്ഥം എനിക്ക് നീയുമായിട്ടുള്ള ബന്ധമില്ലെന്നർത്ഥം. കാരണം ഇതിപ്പോ ചെയ്യേണ്ടത്, കാരണം ഞാൻ പ്രസംഗിച്ചെന്താണോ ചെയ്യേണ്ടത്. അപ്പൊ പത്രോസ് പറയുന്നുണ്ട്, കർത്താവേ എന്റെ കാല് മാത്രമല്ല മുഴുവനും കൂടെ ഒന്ന് കഴുകണേ. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നോ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യേണ്ട കാര്യമില്ല. എന്റെ കാല് മാത്രം കഴിയാൻ മുഴുവനും കൂടെ കഴുകേണ്ട ആവശ്യമില്ല. കുളിച്ചവൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. കുളിച്ച ഒരാൾക്ക് ഇത് വീണ്ടും കുളിക്കേണ്ട കാര്യമില്ലല്ലോ. യേശു അവിടെ കണ്ട് കാര്യം. പക്ഷെ ഒരു കാര്യം നോക്കിക്കേ, ഈ പത്രോസിന്റെ സ്നേഹം ഈ കർത്താവ് വെളിപ്പെടുത്തുന്ന ഒരു കാര്യം, മറ്റൊരു കാര്യം പറയാം, ഒരു വെളിപ്പാട് പറയാം ഇന്ന് രാത്രി. പത്രോസ് പറയുന്നുണ്ട്, കർത്താവ് എന്നെ മുഴുവനുമായിട്ടൊന്ന് കഴുകണേ. യേശു പറയാം, മോനെ ഇപ്പൊ വേണ്ടടാ, വേണ്ട, ഇപ്പൊ കഴുകേണ്ട ആവശ്യമില്ല. കാരണം നീ ഇപ്പൊ കുളിച്ചിരിക്കുക, നിന്റെ കാല് മാത്രം കഴുകുക, ശുശ്രൂഷ. പക്ഷെ നോക്കിക്കേ, ഗബദയുടെ ഈ കൊലമരത്തിനകത്ത് അല്ലെങ്കിൽ കൊലക്കളത്തിനകത്ത് യേശുവിനെ പിടിച്ചിങ്ങനെ നിർത്തിയിരിക്കുമ്പോൾ പത്രോസ് യേശുവിനെ തള്ളി പറയുന്നൊരു ഭാഗമുണ്ട്. യേശുവിനെ തള്ളി പറയും, ഞാൻ അവനെ അറിയുന്നില്ലെന്നൊക്കെ പറഞ്ഞ് പ്രാകാനും ആണയിടാനൊക്കെ തുടങ്ങി പറയുമ്പോൾ, അപ്പൊ അങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞു. അപ്പൊ 3 പ്രാവശ്യം കോഴി കൂവി കഴിഞ്ഞപ്പോ പത്രോസിന് മനസ്സിലായി, ഞാൻ യേശുവിനെ തള്ളിപ്പറയും. യേശു പറഞ്ഞൊരു കാര്യം, നീ എന്നെ തള്ളി പറയുന്നുള്ള കാര്യം നേരത്തെ പത്രോസിനോട് പറഞ്ഞിരുന്നു. അപ്പോ ഇത് പറഞ്ഞതിന് ശേഷം യേശു അവനെ നോക്കുന്നുണ്ട്. ഉടനെ അവൻ പുറത്തു പോയി പൊട്ടിക്കരഞ്ഞു.
പൊട്ടിക്കരഞ്ഞ കർത്താവേ, ഞാൻ തള്ളി പറഞ്ഞു. നിന്നെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നെ തള്ളി പറഞ്ഞല്ലോ. ഇവയേക്കാൾ അവയമായി നിന്നെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങേ തള്ളി പറഞ്ഞു. പൊട്ടിക്കരയേ. കണ്ടോ, പെസഹായുടെ മുമ്പിൽ പത്രോസ് ആഗ്രഹിച്ചത് മുഴുവനും കഴുകണമെന്ന്. പക്ഷെ ആ പൊട്ടിക്കരഞ്ഞ ആ സമയത്ത് യേശുവിന്റെ സ്നേഹം കൊണ്ട്, ഇന്ന് രാത്രി ശ്രദ്ധിക്കുന്നുണ്ടോ? യേശുവിന്റെ സ്നേഹം കൊണ്ടാണ് പത്രോസിന്റെ തള്ളിപ്പറയുന്ന കഴുകിക്കളഞ്ഞത്. ദൈവ സ്നേഹത്തിന്റെ ഭയങ്കര പീക്ക് ലെവലാ അത് കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്രത്തോളം ഈ വചനത്തെ നമ്മൾ റിസീവ് ചെയ്യുന്ന അറിയത്തില്ല. ഹല്ലേലൂയ. ദൈവ സ്നേഹത്തിന്റെ ഭയങ്കരമായ അനുഭവം പത്രോസ് അങ്ങ് അനുഭവിച്ചറിയ. എന്നെ മുഴുവനും കഴുകണമെന്ന് പറഞ്ഞ ആ വാക്ക് കർത്താവ് അതുപോലെ തന്നെ ചെയ്തത്. ആ പൊട്ടിക്കരഞ്ഞ ആ സമയത്ത് ഞാൻ വിചാരിക്കുന്ന, അവൻ കർത്താവിനെ തള്ളി പറഞ്ഞു പോയത്, ക്ഷമിച്ചത് കർത്താവിന്റെ ആ സ്നേഹത്തില. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ സ്നേഹം തിരിച്ചറിയുന്ന നമുക്ക് അവന്റെ സ്നേഹത്തിന്റെ ഒരു കഴുകൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. എന്തുകൊണ്ട് യൂദ പോയി എന്ത് ചെയ്തു? കെട്ടിഞ്ഞാണ് ചത്തു കളഞ്ഞത്. പത്രോസ് ചെയ്തതിന്റെ അത്രയും പോലും തെറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഗുരുതരമായ തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല. യേശുവിനെ കാണിച്ചു കൊടുത്തു, ഗുരുവേ വന്ദനം എന്ന് പറഞ്ഞ് ചുംബനം കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് കിട്ടിയ വെള്ളി നാണയവുമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തുണ്ട്? അതും പിടിച്ചുകൊണ്ട് പോവുക. പക്ഷെ പത്രോസ് ചെയ്തതുപോലെ അത്ര വലിയ ഗുരുതര തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. യേശുവിനെ കാണിച്ചു കൊടുത്തു. കാരണം ഈ ശിഷ്യന്മാരും യേശു എല്ലാം കൂടെ നടക്കുമ്പോൾ രാത്രിയിൽ ആരാ യേശു എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ഇരിക്കുമ്പോൾ ഗുരുവിനെ വന്ന് വന്ദനം ചൊല്ലുന്നു. ഇത്ര ചെയ്തിട്ടുള്ളൂ. യേശുവിനെ കാണിച്ചു കൊടുത്തു, ഇത്ര ചെയ്തു. പക്ഷെ പത്രോസ് ചെയ്ത് തെറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ അറിയുന്നില്ല. ഒരു കൊച്ചു പെൺകുട്ടി ഇവനോട് ചോദിക്കും, നീയും അവനോട് കൂടെ ഉള്ളവനല്ലയോ എന്ന് ചോദിക്കുമ്പോൾ പത്രോസ് പറയുന്നത്, ഞാൻ അവനെ അറിയുന്നില്ല. എന്നിട്ട് വീണ്ടും ചോദിക്കുമ്പോ അവൻ ആണയിടാനും പ്രാകാരം തുടങ്ങി. ഹലോ, യൂദ ഇത്ര ചെയ്തോ? ഞാൻ യൂദ ചെയ്ത കാര്യം പത്രോസ് ചെയ്ത കാര്യത്തിൽ ന്യായീകരിക്കുന്നതല്ല കേട്ടോ. നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. പത്രോസിന്റെ സ്നേഹം, പത്രോസിനോടും കർത്താവിനോടുള്ള സ്നേഹം, കർത്താവിന് പത്രോസിനുള്ള സ്നേഹം ഭയങ്കര ആഴമായിരുന്നു. തള്ളിപ്പറച്ചലുകളുടെ രാത്രിയിൽ യേശുവിന്റെ നോട്ടത്തിന്റെ സ്നേഹം കൊണ്ട് പത്രോസിന്റെ തള്ളിപ്പറയലുള്ള ലംഘനത്തെ മായ്ച്ചു കളഞ്ഞൊരു സ്നേഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. കർത്താവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഒരു കാര്യം ഉറപ്പായിട്ടും പറയാം, കർത്താവിനെ നമുക്ക് തള്ളി പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ എന്നെ വേർപിരിക്കുന്നത് ആർ? രണ്ട് പൗലോസ് അനുഭവിച്ച കുറെ കാര്യങ്ങൾ പറഞ്ഞു. നഗ്നത, പട്ടിണി, ആപത്ത്, വാള്, കഷ്ടത, കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, ഇവയ്ക്കൊന്നും എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല. ജീസസ്. എന്തുകൊണ്ടാണ് പത്രോസ് തന്റെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് വിജയിച്ചതിന്റെ കാരണം? കർത്താവിന് ഹൃദയം തുറന്ന് സ്നേഹിച്ചു, ചങ്കു തുറന്ന് സ്നേഹിച്ചു, ചങ്ക് കൊടുത്ത് സ്നേഹിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ ഹൃദയം
തുറന്നൊന്ന് കർത്താവിനെ സ്നേഹിക്കാൻ പറ്റും. ഹൃദയം തുറന്ന് ഇന്ന് രാത്രി കർത്താവിനെ സ്നേഹിക്കണം. കർത്താവിനെ സ്നേഹിക്കുന്നു പറയുകയോ പാടുകയോ ചെയ്തിട്ട് കാര്യമില്ല. കർത്താവിനെ സ്നേഹിക്കുന്നവൻ അവന്റെ കൽപ്പനകളെ അനുസരിക്കുന്നു. ആമേൻ. കർത്താവിനെ സ്നേഹിക്കുന്നവന്റെ കൽപ്പന അനുസരിക്കുന്നു. ആമേൻ. കർത്താവിനെ സ്നേഹിക്കുന്നു അവനുമായി കൂട്ടായ്മയിൽ നടക്കുന്നു. ഇതെല്ലാം ദൈവവചനത്തിനകത്ത്. ഞാൻ ഇന്ന് രാത്രി ഈ വചനങ്ങളെ പറഞ്ഞു വിടുമ്പോ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം. ഹൃദയം തുറന്ന് കർത്താവിനെ അങ്ങ് സ്നേഹിക്കാൻ പറ്റട്ടെ. ഹൃദയം തുറന്ന് കർത്താവിനെ സ്നേഹിക്കട്ടെ. നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ കർത്താവിനെ അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങിയാൽ രാത്രി ദൂത് പറയാം, നീ പ്രതീക്ഷിക്കാത്ത ചിലത് കർത്താവ് നിന്റെ കരത്തിനകത്ത് തരും. ഹല്ലേലൂയ. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്ന പലതും പ്രതീക്ഷിച്ചാണല്ലേ. ഒരു രോഗസൗഖ്യം, ഒരു കടത്തിൽ നിന്നുള്ള വിടുതൽ, ഒരു 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 കുഞ്ഞുങ്ങളുടെ ഏതെങ്കിലും ഭാവി, ഇതൊക്കെ പ്രതീക്ഷിച്ചല്ലേ കർത്താവിനെ സ്നേഹിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ഇതൊന്നും പ്രതീക്ഷിക്കാതെ ഹൃദയം തുറന്ന് നമ്മൾ കർത്താവിനെ അങ്ങ് സ്നേഹിച്ചു തുടങ്ങിയാൽ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായ കാര്യം സ്വർഗം നമുക്ക് വേണ്ടി കരുതും. ഹല്ലേലൂയ. പത്രോസ് ഇതൊന്നും മുമ്പിൽ കണ്ടുകൊണ്ടല്ല കേട്ടോ യേശുവിനെ സ്നേഹിച്ചേ. പത്രോസ് ഇതൊന്നും മുമ്പിൽ കണ്ടുകൊണ്ടല്ലേ യേശുവിനെ സ്നേഹിച്ചേ. പക്ഷെ ഹൃദയം തുറന്ന് പത്രോസ് യേശുവിനെ സ്നേഹിച്ചപ്പോൾ പത്രോസ് പറയും, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ എന്റെ കയ്യിൽ, ഞാൻ അധികാരം നിനക്ക് കൈമാറും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹൃദയം തുറന്ന് നമ്മളൊന്ന് സ്നേഹിക്കാൻ തയ്യാറായാൽ ദൈവരാജ്യത്തിന്റെ അതോറിറ്റിയുടെ ചില താക്കോലുകൾ ഇതുവരെ ആരും തുറന്നിട്ടില്ലാത്ത ചില വാതിലുകൾ തുറക്കാൻ കഴിയുന്ന നിലയിലേക്ക് സ്നേഹിക്കുന്നവന് വേണ്ടി സ്വർഗം തുറന്നു കൊടുക്കുകയാ. ഹല്ലേലൂയ. ഇത് മാത്രമല്ല കേട്ടോ, ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്ത്. പത്രോസ് യേശുവിനെ സ്നേഹിക്കുന്നു. ക്രൂശീകരണം കഴിഞ്ഞ് ഇവരെല്ലാം ഒറ്റപ്പെട്ടതുപോലെ ആയി. പക്ഷേ ഒരു കാര്യം, പത്രോസിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്നേഹിക്കുന്നയാളൊക്കെ പക്ഷെ ഉള്ള കാര്യം തുറന്നു ചോദിക്കും, ഉള്ള കാര്യം തുറന്നു പറയും. പത്രോസ് ചോദിച്ചു, കർത്താവേ, പടകും വലയൊക്കെ വിട്ട് ഞങ്ങൾ നിന്നെ ആരെങ്കിലും, ഞങ്ങൾക്ക് എന്തോ കിട്ടും. അപ്പൊ യേശു പറഞ്ഞു, ന്യായമായി തരും. ഒന്ന് രണ്ട് കാര്യങ്ങൾ ന്യായമായി തരും. പിന്നെ എന്ത് ചെയ്യും? സ്വർഗരാജ്യത്തിനകത്ത് നിങ്ങൾ എന്റെ വലതു ഭാഗത്ത് 12 ഗോത്രങ്ങളെ ന്യായം വിധിക്കും. ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവരെ അങ്ങ് എന്ത് ചെയ്യുക, ഓക്കെ ആക്കി. പക്ഷെ കർത്താവ് അവിടെ കൊണ്ട് നിർത്തിയില്ല. അത് വരുവാനുള്ള ലോകത്തിനകത്ത് സംഭവിക്കാന്ന്. പക്ഷെ ഈ ഭൂമിയിൽ വെച്ച് ഞങ്ങൾക്ക് എന്ത് കിട്ടും? കർത്താവ് അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. പക്ഷെ കർത്താവ് അത് കാണിച്ചു കൊടുത്തു. ചോദിച്ച പത്രോസാ അല്ലേ കണ്ടു, ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ചോദിച്ചത്. പക്ഷെ ഞങ്ങൾക്ക് എന്തോ കിട്ടുമെന്ന ചോദ്യത്തിനുള്ള ഒറ്റ മറുപടിയാണ് ആമേശത്ത് പത്രോസിന്റെ ലൈഫിനകത്ത് തിരിവുകൾ സംഭവിച്ചത്. നമുക്ക് എന്തോ കിട്ടുമെന്ന് കർത്താവിനോട് ചോദിക്കുമ്പോ നമ്മൾ കർത്താവിനോട് ചോദിക്കും, കർത്താവ് എനിക്ക് അങ്ങയെ വേണം, അങ്ങയെ വേണം. ഇന്നലെ നമ്മൾ ചിന്തിച്ചൊരു ഭാഗമാണ് ക്രിസ്തുവേശുവിന്റെ അവകാശിയും ദൈവത്തിന്റെ അവകാശം ക്രിസ്തുവിൽ കൂട്ടവകാശികൾ. ദൈവത്തിനകത്തുള്ള എല്ലാ അവകാശങ്ങളും ക്രിസ്തുവിൽ ലഭിച്ചതുപോലെ നമ്മൾ വെല്ലുവിളിപ്പെടും. ഇതേ കാര്യം തന്നെ യേശു ഇവരോട് പറയാതെ, ഇവർ ചോദിക്കാതെ തന്നെ ഇവരുടെ മേൽ ഭയങ്കര അധികാരത്തെ കർത്താവ് കൈമാറും. സ്നേഹിക്കുന്നവന് വേണ്ടി ഹൃദയം തുറക്കുന്ന, സ്വർഗം തുറക്കുന്ന നമ്മുടെ കർത്താവ്.
ഇന്ന് രാത്രിയിൽ നമ്മൾ ഇതിനകത്ത് ഈ റൂമിനകത്തിരിക്കുന്ന നമുക്ക് ഒത്തിരി വിഷയങ്ങൾ പറയാനുണ്ട്, ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ അകത്തുണ്ട്. പക്ഷെ ഇന്ന് രാത്രി നമ്മൾ ഇതൊന്നും പറയുന്നില്ല. ഒന്ന് രാത്രി ഒറ്റ കാര്യമുള്ളൂ: കർത്താവിന് ഞങ്ങൾ അങ്ങ് സ്നേഹിക്കുന്നു. ഞങ്ങളുടെ വിഷയത്തിനകത്ത് മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല, പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്കറിയാം: അങ്ങയെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങൾ ലജ്ജിക്കുവാൻ അവിടെ ഇടവരുത്തത്തില്ല. അത് ഞങ്ങൾക്ക് 100% ഉറപ്പാ. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടല്ല സ്നേഹിക്കും. ഞങ്ങൾ ഇത് കിട്ടുമെന്ന് എന്തെങ്കിലും ഒരു 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 കണ്ടീഷൻ വച്ചിട്ടല്ല സ്നേഹിക്കും. ഇന്ന് രാത്രി ദൈവത്തെ സ്നേഹിക്കുന്നതിൽ കണ്ടീഷൻ വെക്കല്ല്. ആമേൻ. അൺലിമിറ്റഡ് ആയിട്ട് കർത്താവിനെ സ്നേഹിക്കണം. അൺലിമിറ്റഡ് ആയിട്ട് സ്നേഹിക്കണം. ഹല്ലേലൂയ. സ്നേഹമുണ്ടെങ്കിൽ, സ്നേഹമുള്ളതിന്റെ ഒരു കാര്യം ഞാൻ പറയാം: സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുന്നവരാ. നമ്മൾക്ക്, പ്രത്യേകിച്ചും മലയാളികളായ നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്തവരാണ്. അത് വലിയ കുറ്റമാണ്. പക്ഷെ നമുക്കറിയത്തില്ല. പക്ഷെ സ്നേഹമുണ്ട് ഹൃദയത്തിനകത്ത്. പക്ഷെ ഒരു കാര്യം പറയാം: ദൈവത്തോടുള്ള ബന്ധത്തിനകത്ത് നമ്മൾ കർത്താവിനുള്ള സ്നേഹത്തെ പ്രകടിപ്പിക്കണം. ഹല്ലേലൂയ. കർത്താവിനൊരു സ്നേഹമുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളൊരു സ്നേഹമുണ്ട്. നമ്മൾ എങ്ങനെ പ്രകടിപ്പിക്കുന്നേ? ആ കുഞ്ഞിനെ ചേർത്തെടുത്ത് അടുത്തിരുത്തി ആ കുഞ്ഞിനെ തലോടി അവനെന്ത് ചെയ്ത് കളിപ്പിച്ച് ചിരിപ്പിച്ച് ഒക്കെ സംസാരിച്ചാണ് എന്ത് ചെയ്യുന്നത്? സ്നേഹം പ്രകടിപ്പിക്കുന്നത്. ഇന്ന് രാത്രി നമ്മൾ നമ്മുടെ കർത്താവിനോട് സ്നേഹം അങ്ങനെയൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റും. വചനം പറയുന്നു: അവന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവർ, അവനെ സ്നേഹിക്കുന്നവന്റെ കൽപ്പന അനുസരിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ കൽപ്പനകളെ, ആമേൻ, അവനെ സ്നേഹിക്കുന്നവന്റെ കൽപ്പനകളെ അനുസരിക്കും. ആമേൻ. അപ്പൊ നമ്മൾ അവന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് നമുക്ക് അവനെ സ്നേഹിക്കാം. രണ്ടാമത്തെ കാര്യം, ഇനി സ്നേഹിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ, സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ എങ്ങനെയാ എപ്പോഴും പ്രതികരിക്കുന്നത്? എപ്പോഴും ആ വ്യക്തിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. അത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ മലയാളികളാണെങ്കിൽ വഴക്ക് കൂടാനാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? സംസാരിക്കും. നമ്മൾ സ്നേഹമാണെങ്കിലും സ്നേഹം കൂടിയാലും സംസാരിക്കും, വഴക്ക് കൂടിയാലും സംസാരിക്കും. പക്ഷെ ടോണിന് വ്യത്യാസമുണ്ട്, പക്ഷെ സംസാരം ഉണ്ടാവും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനോട് നമ്മൾ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ പത്രോസ് ശിഷ്യന്മാരൊക്കെ യേശുവിനോട് കൂടെ നടക്കുമ്പോൾ എപ്പോഴും യേശുവിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നായിരിക്കും. യേശുവിനോട് ചോദിച്ചുകൊണ്ടിരുന്നായിരിക്കും. അപ്പൊ സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ചോദിക്കുക, അതിനകത്ത് ബൈബിളിനകത്ത് തെളിവുണ്ടോ പാസ്റ്റർ? ഒരു തെളിവ് ഞാൻ പറയാം, ബാക്കിയുള്ള നിങ്ങൾ കണ്ടുപിടിച്ചോണ്ട്. ഒരു തെളിവ് ഞാൻ പറയാം, ഒരെണ്ണം ഞാൻ പറയാം, ബാക്കിയുള്ള നിങ്ങൾ നാളെ കണ്ടുപിടിച്ചിട്ട് എനിക്ക് പറയണം. ഒന്ന്, ഒരു സ്ത്രീ തന്റെ കുട്ടിയുടെ ഭൂതോദരവുമായിട്ട് ബന്ധപ്പെട്ട് യേശുവിന്റെ അടുക്ക് വന്നിട്ട് പറയാം, ശിഷ്യന്മാർക്ക് ഇത് കഴിഞ്ഞില്ല. യേശു അതിനെ പുറത്താക്കി, അത് വിട്ട് ഫ്രീ ആയി കഴിഞ്ഞപ്പം ഈ ശിഷ്യന്മാര് എന്നിട്ട് യേശുവിന്റെ അടുക്ക് ചെന്നിട്ട് രഹസ്യം, കർത്താവ്, ഞങ്ങൾക്ക് അതിന് കഴിഞ്ഞില്ലല്ലോ, എന്താ അതിന്റെ കാരണം എന്ന് ചോദിക്കുന്നുണ്ട്. കണ്ടോ? അപ്പൊ കർത്താവിനോട് അത്രയും സ്നേഹബന്ധത്തിനകത്ത് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ചോദിക്കുക. പരാജയം എവിടെയാന്ന് ചോദിച്ച് മനസ്സിലാക്കുക. നമ്മൾ നമ്മുടെ പരാജയം എവിടെയാന്ന് കർത്താവിന് ചോദിക്കാറുണ്ടോ? ഹലോ. നമ്മുടെ പരാജയം, ക്രിസ്തീയ ജീവിതത്തിനകത്ത് മുൻപോട്ട് വിജയിക്കാനുള്ള മാർഗ അല്ലെങ്കിൽ വഴികളെ കുറിച്ച് കർത്താവ് തരുന്ന ഒരു ചെറിയ ചിന്ത ഇന്ന് രാത്രി ചിന്തിച്ചു പോകുന്നു ഈ ദിവസങ്ങളില്. ഹല്ലേലൂയ. വിജയിക്കണമെങ്കിൽ ഒരു ബിസിനസ് നടത്തുന്നവരോട് ചോദിച്ചാൽ മനസ്സിലാകും ആ ബിസിനസിന്റെ വിജയത്തിന്റെ രഹസ്യം എന്താണ്. ഉടനെ പറയുന്ന ഒരു കാര്യമുണ്ട്: ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് പോയപ്പോ ആദ്യം ഭയങ്കര മൂവാൻ, കുറെ കഴിഞ്ഞപ്പോ കയ്യിൽ നിന്ന് കാശ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അറിയുന്നില്ല. ഭയങ്കരമായി ബിസിനസ് അവിടെ പല ദേശങ്ങളിലേക്ക്, പട്ടണങ്ങളിലേക്ക് വ്യാപിച്ചു. പക്ഷെ എന്ത് ചെയ്യും? നഷ്ടങ്ങൾ സംഭവിച്ചു. എന്താ കാരണം? അപ്പോഴാണ് അതിനകത്ത് ചില ഫാൾട്ടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ബിസിനസ് ക്ലാസ് കേട്ടിട്ടുള്ള ആൾക്കറിയാം,
ബിസിനസിന്റെ തകർച്ചയ്ക്കകത്തിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ അതിന്റെ ഫാൾട്ട് എന്താണ്, അത് കണ്ടെത്തിയിട്ട് അതിനെ പരിഹരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതിന്റെ വിജയം അങ്ങനെയാണ്. ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഇതിനേക്കാൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് കർത്താവിനോട് ചോദിക്കും, കർത്താവ് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് കഴിയാത്തത്? അങ്ങനെ ചോദിക്കാറുണ്ടോ നമ്മള്? സ്തോത്രം. കർത്താവിനോട് നമ്മൾ ചോദിക്കാറുണ്ടോ? കർത്താവ് നമ്മൾ പറഞ്ഞു തരാറുണ്ടോ? എത്ര പേര് ഇന്ന് രാത്രി ചോദിക്കുന്നവരുണ്ട്, കർത്താവെ എൻ്റെ ആ മുൻപോട്ടുള്ള ഈ ക്രിസ്തീയ ജീവിതത്തിനകത്ത് എന്തുകൊണ്ടാ കർത്താവെ എനിക്ക് പഴയതുപോലെ മൂവ് ചെയ്യാൻ പറ്റാതെ, പ്രാർത്ഥിക്കാൻ പറ്റാതെ, ആരാധിക്കാൻ പറ്റാതെ, അങ്ങയോട് സംസാരിക്കാൻ പറ്റാതെ? എന്തുകൊണ്ടാ കർത്താവെ? എന്താ അത് സംഭവിക്കാത്ത? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത് നടക്കാത്ത, അത് എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാത്ത എന്തുകൊണ്ടാ കർത്താവെ? അത് എന്താണ്? നമ്മൾ ചോദിക്കാറുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്നേഹിക്കുന്നവന്റെ ഹൃദയം തുറക്കാൻ കഴിയണം ദൈവത്തിന്റെ മുമ്പാകെ. ഹല്ലേലൂയ. കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എപ്രകാരം കർത്താവെ, നമ്മളെങ്ങനെയാ ഒരു കുറച്ചു നേരമൊക്കെ പ്രാർത്ഥിക്കുകയാണ്, നമ്മൾ ഇത് പരിശുദ്ധനായ ദൈവം എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് നമ്മൾ എന്ത്, കർത്താവ് എന്നെ, എൻ്റെ ഭാര്യ, ഭർത്താവിന്, കുഞ്ഞുങ്ങളെ, ജോലി, സ്തോത്രം, പാസ്റ്റർ, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ മാതാപിതാക്കള്, ഞങ്ങളുടെ ചർച്ചിലെ വിശ്വാസികള്, ഞങ്ങളുടെ ബിസിനസ്, ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ കർത്താവിനോട് പറയും. ഇതെല്ലാം നമ്മൾ കർത്താവിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കർത്താവെ, അടുത്ത ആഴ്ച ഞങ്ങൾക്കൊരു ഒരു 5 ലക്ഷം രൂപയാണ് ഞങ്ങളുടെ ബിസിനസിന്റെ അടുത്ത സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്, കർത്താവെയാണ് ഇതൊക്കെ നമ്മൾ പറഞ്ഞങ്ങ് പ്രാർത്ഥിക്കും. സ്തോത്രം. പക്ഷെ നമ്മൾ കർത്താവിനോട് ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ കർത്താവിന് നമ്മളോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടോ? ചോദിക്കുന്ന എത്ര പേർ? അല്ലെങ്കിൽ നമ്മുടെ ഒരു യാത്രക്കകത്ത് ഒരു ഫാൾട്ട്, അല്ലെങ്കിൽ ഒരു ഫെയിലർ ആയി, കർത്താവ് എന്താണ്, എവിടെയാണ്, എന്താ സംഭവം ചോദിക്കാറുണ്ടോ? സാധിച്ചില്ല, എന്തുകൊണ്ടാണ്? അപ്പൊ ശിഷ്യന്മാരെങ്ങനെയല്ല, ശിഷ്യന്മാര് ചോദിച്ചു, കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്താ, കർത്താവ് എന്താ അതിന്റെ കാരണം, എന്താ അതിന്റെ കാരണം, എന്താ അതിന്റെ കാരണം? ഞങ്ങൾക്ക് അധികാരമൊക്കെ തന്നിട്ടുണ്ട്, പക്ഷെ അതിന്റെ കാരണം എന്തോ? യേശു അതിന്റെ കാരണം പറഞ്ഞു കൊടുക്കുക. ഇന്ന് രാത്രി ആ കാരണത്തെ പറഞ്ഞ് മനസ്സിലാക്കി അത് റെഡിയാക്കി കഴിഞ്ഞ ശേഷം ഒന്ന് ശ്രദ്ധിക്കുക. യേശുവിന്റെ സ്വർഗാരോഹണം, അതിനുശേഷം ശിഷ്യന്മാരെല്ലാവരും എന്ത് ചെയ്യാണ്? അവരുടെ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മിനിസ്ട്രി ആരംഭിക്കുക. പക്ഷെ അവരുടെ മിനിസ്ട്രിക്കകത്ത് പിന്നെ ഗൈഡ് ചെയ്യാനായിട്ട് യേശു അവരുടെ കൂടെയില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ അവരുടെ കൂടെയുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാണ്? അവരോട് കറക്റ്റായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഗൈഡ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക. അവരുടെ ഒരു ശുശ്രൂഷ പോലും പരാജയപ്പെട്ടു പോയില്ല. ഒരു ശുശ്രൂഷ പോലും പരാജയപ്പെട്ടു പോയില്ല. ഒരു രോഗിയെ കൊണ്ടുവന്നിട്ട്, ഒരു ഭൂതം ബാധിച്ച ഒരാൾ വന്നിട്ട് വിടുവിക്കപ്പെടാതെ പോയില്ല. സൗഖ്യമായും വിടുവിക്കപ്പെട്ടും ഒക്കെയാണ് പോയത്. സ്തോത്രം. ഹല്ലേലൂയ. കണ്ടോ, പ്രാർത്ഥിക്കാൻ വേണ്ടി ആ ദേവാലയത്തിലേക്ക് പോകുന്ന ആ യാത്രക്കകത്താണ് എന്ത് ചെയ്യുന്നത്? സൗഖ്യം നടക്കുന്നത്. പത്രോസും യോഹന്നാനും ഒക്കെ പ്രാർത്ഥിക്കാൻ ആലയത്തിലോട്ട് പോകുമ്പോ, പ്രാർത്ഥന കഴിഞ്ഞ് വരുമ്പോഴല്ല, പോകുമ്പോഴാണ് എന്ത് സൗഖ്യം നടക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളാണെങ്കിൽ എന്തിനെ രോഗിയെ കണ്ടാൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരെന്ന് പറയും. പ്രാർത്ഥിച്ചിട്ട് വരട്ടെ എന്നിട്ട് പ്രാർത്ഥിക്കുന്നു ഇല്ല. ഇവിടെ അങ്ങനെയല്ല. ഇവര് സ്നേഹത്തിനകത്തായതുകൊണ്ട്, കർത്താവുമായിട്ടുള്ള സ്നേഹത്തിനകത്തായതുകൊണ്ട്, ഇവര് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടല്ല, പ്രാർത്ഥിക്കാൻ പോകുമ്പോഴാണ് നടക്കുന്ന സൗഖ്യം. അമ്മേൻ. അല്ലേലു. ഇന്ന് രാത്രിയില് സ്നേഹത്തിനകത്ത് ഇതെല്ലാം ആക്ടിവേറ്റ് ആകട്ടോ. നമ്മുടെ അത്ഭുതങ്ങളും, നമ്മുടെ വിടുതലുകളും, നമ്മുടെ ലൈഫും നമ്മൾ സെറ്റാകുന്നതും, നമ്മുടെ ലൈഫിനകത്തുള്ള അത്ഭുതങ്ങൾ, ഇന്ന് വരെ കാണാത്തതെല്ലാം ദൈവമായിട്ടുള്ള സ്നേഹ ബന്ധത്തിനകത്ത് ആക്റ്റീവ് ആകും. ഇന്ന് രാത്രി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചുള്ളൂ, പക്ഷെ ഇന്ന് രാത്രി കർത്താവ് ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് ഇടപെട്ടു. അവനെ സ്നേഹിക്കുക, കർത്താവിനെ സ്നേഹിക്കുക.
അവനെ സ്നേഹിക്കുക. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ കർത്താവിനെ സ്നേഹിക്കുക. ഒന്ന്, നമ്മള് കർത്താവിനെ സ്നേഹിക്കുക. കർത്താവിന്റെ സ്നേഹം നമ്മളിലേക്ക് കർത്താവ് തന്നത് യാതൊരുവിധ ഉപാധികളും ഇല്ലാതെയാ. ഇന്ന് രാത്രിയിൽ നമ്മൾ കർത്താവിനെ സ്നേഹിക്കാം. ഹൃദയം തുറന്ന് കർത്താവിനെ സ്നേഹിക്കാം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു നിർത്താം, പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ച പത്രോസിന്റെ വാക്കിനകത്ത് ന്യായമായി തരാമെന്ന് യേശു പറഞ്ഞു വിളിച്ചെങ്കിലും പിന്നത്തേതിൽ യേശു പറയുന്നുണ്ട്, സ്തോത്രം, രാജാവായി വരുമ്പോ എന്റെ വലതു ഭാഗത്തിരുന്ന് 12 ഗോത്രങ്ങളെ നിങ്ങൾ ന്യായം വിധിക്കും. ഇതൊക്കെ പറഞ്ഞിരുന്നു. ഈ ഭൂമിയിൽ വെച്ചൊരു മാന്യത അവരുടെ മേൽ വെളിപ്പെട്ടു. അവരുടെ ശുശ്രൂഷകൾക്കകത്ത് ഇന്ന് വരെ വെളിപ്പെടാത്തതുപോലെ, ചെയ്യാത്തതുപോലെ സൂപ്പർ നാച്ചുറൽ മിനിസ്ട്രികൾ പത്രോസിന്റെ ലൈഫിനകത്ത് വെളിപ്പെട്ടു. നിഴല് തട്ടി, ഇന്നലെ പറഞ്ഞു, നിഴല് തട്ടി രോഗികൾ സൗഖ്യം. റൂമാലിട്ടപ്പോൾ സൗഖ്യമാകുക. ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥിക്കാൻ വേണ്ടി ആലയത്തിലേക്ക് ഉടന്തനെയൊക്കെ സൗഖ്യമാക്കുക. എന്ത് സൂപ്പർ നാച്ചുറൽ മിനിസ്ട്രി അവരുടെ ലൈഫിനകത്ത് വെളിപ്പെട്ടത്. സ്നേഹമാ, സ്നേഹിച്ചത് കൊണ്ടാ. ഇന്ന് രാത്രി കർത്താവിനെ സ്നേഹിച്ചാൽ കർത്താവ് ഒരിക്കലും നമ്മെ കൈവിടത്തില്ല. കർത്താവ് നമ്മെ സ്നേഹിച്ചത് അഗാപ്പേ, ദൈവസ്നേഹം. ഒരിക്കലും മനുഷ്യന് സ്തോത്രം, മനുഷ്യൻ നമ്മെ സ്നേഹിച്ച സ്നേഹം പോലെയല്ല കർത്താവ് നമ്മെ സ്നേഹിച്ചത്. ചങ്കിലെ ചോര, അവസാനത്തെ തുള്ളി രക്തവും നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന നമ്മെ സ്നേഹിച്ചു, യാതൊന്നും പ്രതീക്ഷിക്കാതെ. അഗാപ്പേ. ഇന്ന് രാത്രിയിൽ ആ ദൈവസ്നേഹം നമ്മുടെ അകത്ത് വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ സ്നേഹത്താൽ നിറയട്ടെ. ഈ രാത്രി നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് വലിയ കാര്യങ്ങൾ ഇന്ന് രാത്രി ചെയ്യട്ടെ. കർത്താവിനെ സ്നേഹിക്കാം. ഈ രാത്രിയില് നമ്മൾ ഒത്തിരി കാര്യങ്ങളല്ല, കുറച്ച് കാര്യങ്ങളെ ചിന്തിച്ചത്. പക്ഷെ നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്ന് രാത്രിയിൽ കർത്താവിന് ഹൃദയം തുറന്ന് ആഴത്തിൽ സ്നേഹിക്കാൻ കഴിയുന്നില്ലേ? നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ ഈ രാത്രിയിൽ ഒന്ന് പറഞ്ഞാട്ടെ, കർത്താവ്, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവിനെ സ്നേഹിക്കാൻ നമ്മുടെ ഹൃദയം തുറന്നൊന്ന് കർത്താവിനെ സ്നേഹിക്കുവാൻ ഇടയാകട്ടെ. കർത്താവിനോട് പറഞ്ഞാട്ടെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. ഇന്ന് രാത്രി കർത്താവിനെ സ്നേഹിക്കാൻ ദിനവും യേശുവിനോട് ചേർന്ന്, ദിനവും യേശുവിന്റെ മാർവിൽ ചേർന്ന് നമുക്ക് അവനെ സ്നേഹിക്കാം, പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സാന്നിധ്യത്തിനകത്തിരിക്കുമ്പോ ഞങ്ങൾ കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ വിടുതലായി മാറട്ടെ, വലിയ ദൈവപ്രവൃത്തിയെ മാറണം. ഇന്ന് രാത്രി ഞങ്ങൾ സ്നേഹിച്ചതുപോലെ അല്ല, ഹൃദയത്തിന്റെ അകത്തുനിന്ന് ആഴത്തിൽ അങ്ങയെ സ്നേഹിക്കാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. യാതൊരു വിധമാകുന്ന പ്രതിഫലങ്ങളുടെ ഇച്ഛകളില്ലാതെ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ലവ് യു ലോർഡ്, ലവ് യു ജീസസ്. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയോടുള്ള സ്നേഹബന്ധത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റിക്കളയാൻ യാതൊന്നിനും കഴിയുകയില്ല. കാരണം ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹം, ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹം, ആ സ്നേഹത്തിന് നന്ദി പറയും. ഞങ്ങളെ കോരിയെടുത്ത്
ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി ഞങ്ങളുടെ നാവിൽ പുതിയൊരു പാട്ട് നൽകി അങ്ങ് ഞങ്ങളെ ജയോത്സവമായി നടത്തിയ അങ്ങയുടെ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ആ സ്നേഹത്തിന്റെ മുമ്പിൽ ഞങ്ങളുടെ സ്നേഹം മറ്റൊന്നുമല്ല കർത്താവേ. ആ സ്നേഹം വളരെ വിലപ്പെട്ടതാണ്. എന്നാൽ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഞങ്ങളെ അവിടുന്ന് രൂപകൽപ്പന ചെയ്യുന്നതിനായി സ്തോത്രം. അവിടുത്തെ മഹത്വം ഞങ്ങളുടെ മേൽ വെളിപ്പെടും. ഈ രാത്രിയിൽ ദൈവിക സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. മഹത്വം കൊണ്ട് നിറച്ചാട്ടെ. ഈ രാത്രിയിൽ ഈ ഡിവേഷനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഇന്ന് രാത്രി ബ്ലസ് ചെയ്യുന്നു. അനുഗ്രഹമായി ദൈവപ്രവൃത്തി വെളിപ്പെടും. മഹത്വം അങ്ങേക്ക്, മാനം അങ്ങേക്ക്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ആശീർവാദത്തോടെ നമുക്കൊന്ന് മടങ്ങാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ കൃപ നമ്മെ ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, സഹവാസ സമ്മതം ഇന്നും എന്നേക്കും കർത്താവിന്റെ വരവരുണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ജയന്തം ദൈവത്തിന് ഹല്ലേലൂയ പാടി മഹത്വം കരയേറ്റിയ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ.